ഓണത്തിനോടനുബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഓണ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മഹാബലി ചക്രവർത്തിയാണ് അല്ലേ? മലയാള സിനിമയുടെ ചക്രവർത്തിയാണ് ഇന്ന് എന്നോടൊപ്പം ഓണത്തിനായി നമ്മുടെ പ്രേക്ഷകർക്കായി നമ്മോടൊപ്പം വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മധു സാർ, നമസ്കാരം. ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനാണ് പ്രധാനമായിട്ട് വന്നതെങ്കിലും സാറിനെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ എന്നും നെഞ്ചിലേറ്റുന്ന സംഗീതത്തിൻ്റെ ഒരു മുഖമാണ്. അപ്പോൾ ഗാനങ്ങളിൽ നിന്നും ആരംഭിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഗീത ആസ്വാദക എന്ന നിലയിലും ഓണത്തിൻ്റെ ആ ഒരു ഓളം നമുക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് മാനസമൈനെ വരൂ, മാണിക്യ വീണയുമായി, ഓമലാളെ കണ്ടു ഞാൻ, അങ്ങനെ അനവധി ഗാനങ്ങൾ, ശ്യാമസുന്ദര പുഷ്പമേ, ഇത്രയും അധികം നെഞ്ചിലേറ്റാവുന്ന ഗാനങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ്. ആ ഗാനങ്ങളുടെ ചിത്രീകരണത്തിലൂടെ അല്ലെങ്കിൽ ആ ഗാനങ്ങളിൽ അഭിനയിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവെക്കാമോ? ഈ ഗാനങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം ഈ സംഗീതത്തിൻ്റെ ABC എനിക്കറിയില്ല, പാടാനറിയില്ല, മനസ്സിലായില്ലേ? ഞാൻ പാട്ടുകാരനല്ല. അപ്പോൾ ആദ്യം ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഈ കറക്റ്റായിട്ട് ലിപ്പ് പാട്ടിനെ ചേർക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് പ്രാക്ടീസായി. അങ്ങനെയുള്ള എനിക്ക് ഇത്രയും നല്ല നല്ല പാട്ടുകൾ കിട്ടിയത് ഭാഗ്യമൊന്നുമില്ല എന്ന് പറയാം, അല്ലേ? ഞാൻ ഇടയ്ക്ക് എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു, ശ്യാമസുന്ദര പുഷ്പമേ എന്നുള്ളത് ചിത്രീകരണം നടത്തുന്ന സമയത്ത് ശരിക്കും അവിടെ ONV സാറിൻ്റെയും ഒപ്പം ഗായകൻ്റെയും ഒക്കെ ഉള്ള ഒരു ഊർജം മൊത്തം ആ ഒരു ഗാനത്തിൽ, ആ ഒരു അന്തരീക്ഷത്തിലുണ്ടായിരുന്നു എന്നൊക്കെ താങ്കൾ പറഞ്ഞിട്ടുള്ളത് ശരിയാണത്. അത് യക്ഷമുടിക്കായലിൻ്റെ തീരത്താണ് അത് ഷൂട്ട് ചെയ്തത്. അതെന്തോന്നറിയാൻ പാടില്ല, എന്താണോ മനസ്സിൽ ഈ പ്രകൃതിയിൽ ചേഞ്ച് വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത് അത് വന്നതുപോലെ തോന്നി. ഈ ലൈറ്റും സൈലൻസും ഒരു എന്തോ ഒരു പ്രകൃതി തന്നെ അതിനു വേണ്ടി സെറ്റ് റെഡിയാക്കിയത് തോന്നി. വളരെ പാട്ട് നന്നായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പാട്ട് കേൾക്കാൻ നേരത്ത് പ്രകൃതിക്ക് പോലും നല്ല പാട്ടാണെങ്കിൽ ഇഷ്ടം തോന്നും എന്നപ്പോൾ മനസ്സിലായി. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലിരുന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ. മാണിക്യ വീണയൊക്കെ പാടി അഭിനയിച്ച് വരുന്ന ആ ഒരു ഇങ്ങനെ നമ്മളെയൊക്കെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു നായകൻ ഉണ്ടല്ലോ, ആ ഒരു വ്യക്തിയെ സിനിമയിൽ ഇന്ന് സ്ക്രീനിൽ കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് രഹസ്യമായിട്ട് രോമാഞ്ചം വരാറുണ്ട്. ഇത്രയും വർഷമായിട്ട് ഈ പടം ഇറങ്ങിയിട്ട് 10-50 വർഷമാണെന്ന് തോന്നുന്നു. ഇപ്പോഴും താങ്കൾ ഈ പാട്ടിങ്ങനെ ഓർക്കാൻ എത്ര 1000 പാട്ടുകളുണ്ട് നമുക്ക്. ഇങ്ങനെ ഒരു 3-4 പാട്ടുകൾ നമ്മൾ ഓർക്കാറുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ചിലത് അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നത് മാത്രമല്ല, അങ്ങനെ സംഭവിപ്പിക്കുന്നത് കൂടി. അത് എടുക്കാൻ നേരത്ത് ഞങ്ങൾക്കൊന്നും ഇത് അങ്ങനെ സംഭവിക്കുന്നുള്ള നന്നായിരിക്കണം തോന്നും, നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതുപോലെയുള്ളൊരു ഇത് വരും എന്നുള്ളത് ഓർക്കില്ല. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഇത്ര മനോഹരമായിട്ടുള്ള ഈണവും ഗാനവും അതിൻ്റെ ഗാനരംഗവും ചിത്രീകരണവും എല്ലാം തന്നെ അത് കേൾക്കുന്നത് മാത്രമല്ല, അങ്ങനെയുള്ള നല്ല പാട്ടുകൾ പാടി അഭിനയിക്കുന്നത്, പാട്ടിന് വാസനയില്ലെങ്കിലും പാടാറില്ലെങ്കിലും ഈ ലിപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് പാടിയാൽ പോലും രാഗം ഉള്ളി നല്ല വരുന്നതെങ്കിലും പാട്ടിനനുസരിച്ച് പാടിയാൽ പോലും അതിൻ്റേതായിട്ടുള്ള ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. 63 ആരംഭിച്ച ഒരു യാത്രയാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചലച്ചിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വിവിധ വേഷങ്ങൾ, അതായത് മലയാളികൾക്കിപ്പോൾ ഏറ്റവും നല്ല ഒരു കാമുക വേഷം
ആരുടേതാണെന്ന് ചിന്തിച്ചാൽ അപ്പം തെളിയുന്ന ഒരു മുഖമാണ്. ഏറ്റവും നല്ല ഒരു പക്ഷേ അച്ഛൻ്റെ വേഷം ഏതാണെന്ന് ചിന്തിച്ചാൽ അപ്പം തെളിയുന്ന ഒരു മുഖമാണ്. ഏറ്റവും നല്ല കാരണവർ വേഷം ഏതാണെന്ന് ചോദിച്ചാൽ അപ്പം തെളിയുന്ന ഒരു മുഖമാണ്. ഇനി വില്ലൻ വേഷം പോലും അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാ വേഷങ്ങളിലും അങ്ങനെ പകർന്നാടാനായിട്ടുള്ള ഒരു ത്വര മനസ്സിലുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പലരും അഭിനേതാക്കൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ ഒതുങ്ങി നിൽക്കാനായിട്ട് അങ്ങനെ ഇന്ന ആളായി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യപ്പെടണം എന്ന് ചിന്തിക്കുന്ന പലരുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തനായ ഒരു പക്ഷേ ഒരു ഹീറോ എന്നുള്ളതിൽ നിന്നും മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ വേഷപ്പകർച്ചകളിലും ഇങ്ങനെ പകർന്നാടിയ ഒരു വ്യക്തിയായിരുന്നു. അതൊരു വലിയ ആഗ്രഹമായിരുന്നു. അത് അങ്ങനെ തന്നെ വേണമെന്ന് തിരഞ്ഞെടുത്ത് ചെയ്തതായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം സംവിധാനം ചെയ്ത ചിത്രത്തിലും സ്വയം ആദ്യം സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഞാനും ഭയങ്കര വില്ലൻ എന്ന് പറയാ ഒരു ബാഡ് ക്യാരക്ടർ, അങ്ങനെ ഒരു ഒരു ക്യാരക്ടറാണ്. ഈ പറഞ്ഞ പോലെ ഹീറോ എന്നുള്ള ഒരു വേഷത്തിൽ ഒതുങ്ങി നിൽക്കരുത് എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം പിന്നെ സംവിധാനത്തിലേക്ക് പിന്നീട് വരാനായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച ഒരു പടത്തിലും ഞാൻ ഈ സിനിമയിലെ ഹീറോ ആയിട്ട് വന്നിട്ടില്ല, മനുഷ്യനായിട്ടേ വന്നിട്ടുള്ളൂ. അതിൽ സമ്പൂർണ്ണമായിട്ടും നല്ലവനായിട്ട് ഒരു ക്യാരക്ടറും ഉണ്ടാവില്ല. സാധാരണ മനുഷ്യർക്കുള്ള നന്മയും തിന്മയും, ചിലതിലെല്ലാം തിന്മ കൂടുതലായിരിക്കും, ചിലതിൽ നന്മ കൂടുതലായിരിക്കും. അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങനെ ഇത് വന്നപ്പോൾ ഈ മലയാളത്തിൽ നോവൽസ് എല്ലാം എടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രൊഡ്യൂസേഴ്സ് പ്രിഫർ ചെയ്യാൻ കാരണം ഞാനത് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം സിനിമ പോലെ എല്ലാത്തിലും ഹീറോ അല്ലല്ലോ, നോവൽസിലൊന്നും പ്രധാന കഥാപാത്രങ്ങൾ നന്മയും തിന്മയും ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് ഈ നോവൽസ് തിരഞ്ഞെടുത്തപ്പോൾ പല നോവൽസിനും എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെമ്മീൻ്റെ 60ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തും ശരിക്കും കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് സധൈര്യം പറയാൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ചെമ്മീൻ്റെ 60ാമത്തെ ആഘോഷമൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. എങ്കിലും അതിനെക്കുറിച്ച് ഓർമ്മകൾ ഒരിക്കൽ കൂടി ഒന്ന് പങ്കുവച്ചാൽ സന്തോഷം. ഇല്ല, അത് ഇല്ല, ചെമ്മീന് എന്താ പറയുക, എല്ലാവരും പറയും പോലെ എല്ലാത്തിലും ഒരു എന്താണെന്ന് പറയാൻ തലയിലെടുത്ത് വേണമെന്ന് പറയുമല്ലോ. ഞാനീ പഠിക്കുന്ന കാലത്ത് അന്നേ കുറേശ്ശെ മനസ്സിൽ സിനിമ എന്നുള്ളതല്ല, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പോലും ചെമ്മീൻ വായിച്ചു നോക്കിയപ്പം ഈ ക്യാരക്ടർ തന്നെ വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കോളേജിലും കോളേജിലെ പഠിക്കുമ്പോഴേ ചെമ്മീൻ വന്നിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട നോവലായിരുന്നു, പല പ്രാവശ്യം വായിച്ചു. ഈ ക്യാരക്ടറിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എക്സർസൈസോ കൂടുതൽ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് പരീക്കുട്ടി വാസ് വിതിൻ മീ. അപ്പോൾ എനിക്കത് നല്ലപോലെ ഫീൽ ചെയ്ത് അഭിനയിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴും പരീക്കുട്ടി സ്റ്റിൽ വിത്തിൻ അസ് ഓൾസോ. അത്രയധികം താങ്കൾ അത് നെഞ്ചിലേറ്റി അഭിനയിച്ചത് കൊണ്ടായിരിക്കണം ഇത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ നെഞ്ചിലേക്ക് അത് ചേക്കേറിയതും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനെപ്പോഴും ഞാൻ ഈ ഇത് ഓർക്കുമ്പോൾ ആദ്യമായിട്ട് ഓർക്കുന്നത് തകഴിച്ചേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ എഴുതി എനിക്ക് വേണ്ടി വച്ചിരുന്നല്ലോ. കാരണം ഈ ചെമ്മീൻ സിനിമ എടുക്കാൻ വേണ്ടി കുറഞ്ഞതൊരു 30 പേരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ്. ഫൈനലി ഇതെടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ കൊണ്ടുപോയി സുനിലെത്തി. അവിടെയെല്ലാം ചെന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് ഇത് നടന്നിട്ടില്ല. വീട്ടിൽ ബോംബെ പോയിട്ട്, തകഴിയുടെ നിന്നല്ല, ബോംബെ പോയിട്ട് സുനിൽ ദത്തിൻ്റെ നിന്നാണ് ഈ ഇത് റൈറ്റ്സ് വാങ്ങിച്ച് മലയാളത്തിലെടുത്തത്. അപ്പോൾ ഇത്രയും നാളും കാത്തിരുന്ന് എനിക്ക് വേണ്ടി ആയിരുന്നിരിക്കണം. ഒരു നിയോഗം കൂടെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ചലച്ചിത്രത്തിൻ്റെ ഈ പറഞ്ഞ പോലെ വിവിധ മേഖലകളിൽ താങ്കളുടെ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിർമ്മാണ മേഖലയിൽ സിനിമ നിർമ്മിക്കാനും ഇറങ്ങിത്തിരിച്ച ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എന്തുകൊണ്ടായിരുന്നു എടുത്തത്? ഈ സിനിമ ഇത് തന്നെ ഞാൻ ഈ ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ പഠിച്ചതെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി 3 വർഷം മെനക്കെട്ട് നാടകം പഠിച്ച കൂട്ടത്തിൽ, നാടകം എന്ന് പറഞ്ഞാൽ സിനിമയുമായിട്ട് വലിയ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഈ എത്രയൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് എന്തൊക്കെയൊക്കെ ചെയ്യാനുള്ളത് ചെയ്തില്ല എന്നൊരു തോന്നലുണ്ടായി.
അപ്പോഴാണ് നമുക്കൊരു പണി ചെയ്യാം, സംവിധാനം തുടങ്ങും ആയിക്കോട്ടെ. അപ്പോൾ കുറേ കൂടെ ഫ്രീ ആണല്ലോ. സംവിധാനത്തിന് പോയി കഴിഞ്ഞിട്ട് പിന്നെ നിർമ്മാണമായി. അപ്പോൾ നിർമ്മാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് സംവിധാനം കഴിഞ്ഞ് നിർമ്മാണത്തിന് പോയി. നിർമ്മാണത്തിന് പോയപ്പോഴാണ് മനസ്സിലായത് റിയൽ മാൻ ബിഹൈൻഡ് അത് ഫിലിം ഇയാളാണെന്ന്, നിർമ്മാതാവാണെന്ന്. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ഈ കാശ് മുടക്കുന്ന ആളിനെ അല്ലെങ്കിൽ ഇതിൻ്റെ മുതലാളിയോ അല്ലെങ്കിൽ ഫൈനാൻഷ്യറിയോ ആണ് നമ്മൾ ഈ പ്രൊഡ്യൂസർ എന്ന് വിളിക്കണം. നോ, അത് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസർ, ദി മാൻ ഹൂ ഈസ് ദെയർ ഫ്രം സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ. ഇത് മുഴുവനും ചെയ്യുന്നയാൾ, ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നയാളാണ് പ്രൊഡ്യൂസർ. അപ്പോൾ ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ ആ പ്രൊഡ്യൂസറാകാൻ ആഗ്രഹം തോന്നി. ഞാൻ മറ്റാരെയും കുറ്റം പറയല്ല. മറ്റൊന്നും ഇപ്പോഴും ബാക്കി പടങ്ങളിൽ അഭിനയിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ പ്രൊഡ്യൂസറെ കണ്ടിട്ടില്ല. പല ആർട്ടിസ്റ്റും പ്രൊഡ്യൂസർ ആരെന്ന് അന്വേഷിച്ചിട്ടില്ല. പ്രൊഡ്യൂസർ എവിടെയെങ്കിലും ഇല്ലതാണ്. പക്ഷേ എൻ്റെ പടങ്ങളിൽ അതെ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ഇവിടുന്ന് പോയ ചന്ദ്രകുമാറുണ്ടല്ലോ, എൻ്റെ പടങ്ങളിൽ പലതിനും ചന്ദ്രൻ ഡയറക്റ്റിങ്, എൻ്റെ പടങ്ങൾ, സ്വന്തം പടങ്ങൾ ഐ വാസ് ദി പ്രൊഡ്യൂസർ. അപ്പോൾ എനിക്ക് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുഴുവൻ ശ്രദ്ധിച്ച് മുഴുവനും ശരിയാക്കി പടം എടുക്കുന്നയാളാണ്. അപ്പോൾ ഈ പ്രൊഡ്യൂസർ ആകാൻ വലിയ സന്തോഷമായിരുന്നു. ഇപ്പോഴും അതെ. സന്തോഷം. സിനിമാ മേഖലയിലെ കാരണവർ എന്നുള്ള നിലയിൽ ഇപ്പോൾ യുവ നടന്മാരായാലും അല്ലെങ്കിൽ സംവിധായകരായാലും ചലച്ചിത്ര പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവർക്കെല്ലാവർക്കും താങ്കൾ ഗുരുസ്ഥാനീയനാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ശിഷ്യത്വം സ്വീകരിച്ച് അങ്ങനെ വന്നിട്ടുണ്ടോ സിനിമാ മേഖലയിൽ? അതിൽ പലരും വന്നിട്ടുണ്ട്. അപ്പം സ്നേഹമായിട്ട് അങ്ങനെ ശിഷ്യത്വം സ്വീകരിച്ചൊന്നുമില്ല. ഈ പഴയ ആളാണ്, പണ്ട് സിനിമയിൽ അഭിനയിച്ച ആളാണ്, വയസ്സിനെ വന്ന് കണ്ടുകളെ മിക്കവാറും വന്നിട്ടുണ്ട്. വളരെ കുറച്ച് പേരെ വരാതെ ഉള്ളൂ. അതെ, സന്തോഷം. സിനിമയിൽ അല്ലെങ്കിൽ സെറ്റിലുണ്ടായിട്ടുള്ള ഓണവിശേഷങ്ങൾ, ഓണ ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സെറ്റിലുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഓണവിശേഷം ഒന്നും ഉണ്ടാവില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഓണത്തിനെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ, ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. മദ്രാസിൽ സ്റ്റുഡിയോയിൽ മാത്രം ഷൂട്ടിംഗ് ഉള്ള സമയത്ത് ഓണത്തിനും ഉണ്ടാവും. കാരണം മദ്രാസിലെല്ലാ പുതിയനങ്ങളുടെ ഒരുപാടല്ലല്ലോ. പക്ഷേ ഇവിടെ വന്നിട്ട് പ്രൊഡക്ഷൻ മിക്കവാറും കേരളത്തിലായപ്പോൾ ഓണത്തിന് മിക്കവാറും അന്ന് ഷൂട്ട് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ അന്ന് സിനിമയെക്കുറിച്ച് ഓർക്കാതെ ഇത് മാത്രം ചെയ്യുന്നൊരു പതിവുണ്ടായി. ഒന്നുകിൽ അധ്വാനം തന്നെയാണ്, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും ഓണം എന്നുള്ളത്. അങ്ങനെ നാട്ടിലുള്ള ഓണ ഓർമ്മകളായിട്ട് എന്തെങ്കിലും പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാനുണ്ടോ? എനിക്ക് നാട്ടിലെ ഓണം എന്ന് പറഞ്ഞാൽ ആകെ ഓർമ്മ വരുന്നത്, പണ്ട് ചെറുപ്പത്തിൽ തൊട്ട് ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ പൂക്കളം ഇട്ടിട്ടുള്ളതാണ്. ചെറുപ്പത്തിൽ വല്ലവൻ്റെയും കശാല എടുത്തിയാടി അവിടെ ചെന്ന് അവിടെയുള്ള പൂക്കളൊക്കെ പൊളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ മുറ്റത്തിൽ ഇത് ഇടുന്നതും അതപ്പൂ ഇടുന്നതും. വീട്ടിലാരൊക്കെയായിരുന്നു ഈ ഇതിലൊക്കെ കൂട്ടാളികളായിട്ടുള്ളത്? ആരൊക്കെയായിരുന്നു ആ സമയത്ത്? അധികം എനിക്കങ്ങനെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആണായിട്ട്. ബാക്കി എനിക്ക് 4 സിസ്റ്റേഴ്സാണ്. വീട്ടിനകത്ത് കൂടെ വരാൻ ആരുമില്ല. പിന്നെ ബന്ധുക്കളും അടുത്തുള്ള എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൂക്കളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മ വരുന്നത് ഊഞ്ഞാലാണ്. അപ്പോൾ അപ്പോഴാണ് ഈ ഞങ്ങളുടെ അവിടെ ഒരു പുളിയുണ്ട്, അത് നിറച്ച് കയറ് കെട്ടി ഊഞ്ഞാലിട്ട് അയൽവക്കത്തുള്ളവരൊക്കെ ഊഞ്ഞാലിടാൻ വരും അവിടെ. അപ്പോൾ ഞാനവിടെ എൻ്റെ എല്ലാവരും ചീഫായിട്ട് നിന്നിട്ട് അവർക്ക് കുടവിട്ട് കൊടുക്കുക. ചിലർക്ക് ശകലമൊക്കെ ഒരുമാതിരി ദേഷ്യം വന്നാൽ തള്ളിയിടുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓർമ്മ വരുന്നത് സദ്യയാണ്, പ്രഥമൻ. അതെ, പഴയ പോലെ കഴിച്ചില്ലെങ്കിൽ ഇപ്പോഴും 2-3 പ്രശ്നമുണ്ട്. അത് പ്രഥമനുണ്ടെങ്കിലും എല്ലാം കുറച്ച് രുചിക്ക് എല്ലാം കുറച്ച്. ഇന്നലെ കുറച്ച് കുട്ടികളെ ഞാനിങ്ങനെ കണ്ട് സംസാരിക്കുകയായിരുന്നു, ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പൂ പറിക്കാൻ പോകാനോ അല്ലെങ്കിൽ മണ്ണുള്ള ഒരു മുറ്റത്ത് ശരിക്കും പൂക്കളെ ഇടാനോ പോലും ഒരവസരം ഇല്ലാത്ത ഒരു ലോകത്താണ് കുട്ടികളിന്ന് ജീവിക്കുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു സിനിമകളിലൂടെ
ഇത്തരത്തിലുള്ള ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് കുട്ടികൾക്കായിട്ട് നൽകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സിനിമയിൽ ഇതുപോലത്തെ അന്നുണ്ടായിരുന്ന കുറച്ച് നന്മകൾ ഏതെങ്കിലും ഇന്ന് ലോപിച്ചു പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ചേഞ്ച് എന്നേ പറയാനൊക്കെയുള്ളൂ. ലോപിച്ച് പോയതൊന്നുമല്ല. പണ്ടത്തെ പോലെ പലരുടെയും മുറ്റത്ത് പൂവില്ല. കാരണം ഒരു വീടും കോമ്പൗണ്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ 4 വീടും മറ്റേ ചെടിയൊന്നും ആരും മൈൻഡ് ചെയ്യാതെ, അപ്പോൾ മതിലെടുത്ത് ചാടിയാലും പൂ കിട്ടാത്ത സ്ഥിതിയായി. അപ്പോൾ അങ്ങനെ ഇത് വന്നിട്ട് ചേഞ്ചസ് ഉണ്ടല്ലോ. ഇപ്പോൾ കേൾക്കുന്ന ഇപ്പോൾ റെഡിമെയ്ഡ് പൂക്കളെ കിട്ടുമെന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മാത്രമേ എല്ലാം കൂടെ പൂ പൊറിക്കാനും പോകണ്ട, ഇടാനും പോകണം. അപ്പോൾ അത്രയൊക്കെ ചേഞ്ചസ് എല്ലാത്തിലും വന്നിരിക്കുന്നു, ഇതിലും വന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ സാങ്കേതിക വിദ്യ വളരെയധികം നമുക്ക് സിനിമയിൽ മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പം. അത് ഒരു പക്ഷേ മനുഷ്യരെ പരസ്പരം അകറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ അന്ന് നമ്മളൊരു രംഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒത്തുചേർന്ന് നിന്ന് ചെയ്യണം എന്നുള്ള ഒരു അനിവാര്യത ഉണ്ടായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പാട്ടിൻ്റെ ഷൂട്ടിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ. പക്ഷെ ഇന്നൊരു പക്ഷേ ഓരോരുത്തർ ഓരോ സമയത്ത് ഓരോ രീതിയിൽ വന്ന് ചെയ്തതെല്ലാം കൂടെ നമുക്ക് തുന്നിച്ചേർത്ത് ഒട്ടിച്ച് വെക്കാനായിട്ട് സാധിക്കും. എന്നാലും കാണുമ്പോൾ നമുക്ക് ഒന്നായിട്ടേ തോന്നുള്ളൂ. അപ്പം അങ്ങനെ മനുഷ്യനും തമ്മിലുള്ളൊരു പരസ്പര ബന്ധം ഒരുപക്ഷെ സെറ്റുകളിൽ അതെ, സെറ്റിനെ പറയണ്ട, അത് എന്ത് സൊസൈറ്റിയിൽ എന്തെല്ലാം ചേഞ്ചസ് വരുമോ അതെല്ലാം അവിടെയും വരും. പണ്ടൊരു ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഉള്ള സ്ഥലത്തും അല്ലെങ്കിൽ മഴയൊന്നും വെയിലൊന്നും ഇല്ലെങ്കിൽ പുറത്ത് നല്ല നിഴലുണ്ടെങ്കിൽ വല്ല മരത്തിൻ്റെ മൂട്ടിലൊക്കെ വാചകങ്ങൾ പറയുക, പൊട്ടിച്ചിരിക്കുക, അതുകൊണ്ട് ഷോട്ട് റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതല്ല, എല്ലാവരും പുറത്തിറങ്ങിയാലും എല്ലാവരും ഫോണിൽ നോക്കി. സത്യം, മനസ്സിലായില്ലേ? ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഫോണിൻ്റെയും കുഴപ്പമില്ല, സിനിമയുടെയും കുഴപ്പമില്ല. വീട്ടിൽ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്, കുടുംബത്തിൽ പോയി കഴിഞ്ഞാലും തന്തവർ ഫോൺ നോക്കിയിരിക്കും, തള്ളവരണം നോക്കിയിരിക്കും, പിള്ളേർ അവരുടെ ഫോൺ നോക്കിയിരിക്കും. അപ്പോൾ അതങ്ങ് പോയി. ഹാപ്പി ഓണം ഫോണിൽ കൂടെ അങ്ങ് പരസ്പരം വീട്ടിലുള്ളവർ പോലും അറിയിക്കേണ്ടുന്ന സാഹചര്യമായിട്ട് മാറിയേക്കാം. ശരിയോ തെറ്റൊന്ന് അന്വേഷിച്ചിട്ട് ആവശ്യമില്ല. കാരണം ഇറ്റ്സ് ചേഞ്ച് കനോട്ട് ബി സോൾവ്ഡ്. അല്ലെ, അതിനെ മാറ്റാനും മറിക്കാനും നോക്കില്ല. അതിലൂടെ ഒരു പക്ഷേ ബന്ധങ്ങളുടെ ഒരു നിറം എന്നുള്ളത് മറ്റൊന്നിലേക്ക് മാറുമായിരിക്കും നാളെ എന്നുള്ളതിൽ. എനിക്ക് സാറിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു സിനിമാ സെറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ അന്ന് നമ്മൾ ഏലിയാമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിലെ അഭിനയത്തിനിടയിലാണ് കാണുന്നത്. അപ്പം അതിലൊരു ചെറിയ വേഷം ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ ആദ്യം എന്നോട് മധു സാറ് വരും അഭിനയിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വാസമാവുന്നില്ലായിരുന്നു. അന്ന് KPC ലളിത ചേച്ചിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊരു നണ്ണിൻ്റെ കന്യാസ്ത്രീയുടെ വേഷമായിരുന്നു അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു കുട്ടിക്കാലമായിരുന്നു അന്ന് സാറിനെ കണ്ടപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് എൻ്റെ അപ്പാവും അമ്മയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ശരിക്കും മധു സാറിനെ ആദ്യമായിട്ട് കണ്ടെന്ന് അനുഗ്രഹം വാങ്ങിച്ചു എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, അവിശ്വസനീയമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അന്ന്. അപ്പോൾ അന്ന് അതുപോലത്തെ ചിത്രങ്ങൾ, അതായത് ഇപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള അനവധി ചിത്രങ്ങളിൽ ഈ പറഞ്ഞതുപോലെ അതിൽ നിന്നും തിരിച്ചെന്തെങ്കിലും വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലല്ല താങ്കൾ അന്നും ആ ചിത്രത്തിലേക്ക് വന്നതും. ചെറുതാണോ വലുതാണോ റോൾ എന്നൊന്നും നോക്കാതെ അത്രയധികം സിനിമയെയും സമൂഹത്തെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ താങ്കളെ കാണുന്നത്. അപ്പം അങ്ങനെ സമൂഹത്തിനോട് സിനിമയിലൂടെ എന്താണ് തിരിച്ചു നൽകാൻ സാധിച്ചതെന്ന് ഇപ്പോൾ വിലയിരുത്തുമ്പോൾ തോന്നുന്നത്? ഇല്ല, അങ്ങനെ ഞാൻ വലിയ സംഭാവന ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ എനിക്ക് ധാരാളം, ഞാൻ എന്തൊക്കെ മോഹിച്ചോ എന്തൊക്കെ ആഗ്രഹിച്ചോ വേണമെന്ന് അതൊക്കെ കിട്ടി എന്നുള്ളൊരു സത്യമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ സിനിമയോടും സാഹിത്യത്തിനോടും കലാകാരന്മാരോടും ഉള്ള പ്രത്യേക സ്നേഹമുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ് താങ്കൾ. ഇല്ലെങ്കിൽ ഇവിടെ വരുമായിരുന്നില്ലല്ലോ, ഇല്ലേ? ഇത്രയും അധികം സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ
കലയെ സ്നേഹിക്കുന്നുകൊണ്ടാണ് വന്നത്. ഈ ആർട്ടിസ്റ്റിൻ്റെ അടുത്തുള്ള ബഹുമാനവും സ്നേഹവും അടുപ്പമാണ് ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ ഓരോരുത്തർക്കും ഓരോന്നില്ല. എനിക്കും ഈ സിനിമയോടുള്ള ഒരു ഭ്രാന്തൊന്നുമല്ല, ബഹുമാനവും സ്നേഹവും കൊണ്ടാണ്. സിനിമയോടായിരുന്നില്ല, അഭിനയത്തോടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയോടായി. അതെ, അത് ഒരു ഞാൻ വന്നതല്ല, ഈശ്വരനോട് എനിക്ക് അതിന് വലിയ നന്ദിയുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തിച്ചവരുടെ അങ്ങേറ്റം സ്നേഹവും നന്ദിയുണ്ട്. അവരെല്ലാവരും കൂടി എന്നെ എന്തോക്കെ ആക്കി. മനസ്സിലായില്ലേ? സിനിമ ഇന്നത്തെ ലോകത്തിൽ നടത്തുന്ന മാറ്റങ്ങളെയെല്ലാം ഒപ്പിയെടുക്കുകയാണോ ചെയ്യുന്നത്, അതോ സിനിമയാണോ ഇങ്ങോട്ട് സമൂഹത്തെ സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണ്? സിനിമയുടെ എല്ലാ കാര്യങ്ങളും സൊസൈറ്റിയിൽ നിന്ന് കണ്ട് അബ്സോർബ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതിന് സൊസൈറ്റിയുടെ എന്താണെന്ന് പറയാൻ ഒരു റീപ്രൊഡക്ഷനാണ് സിനിമ. സിനിമയിൽ നിന്ന് സൊസൈറ്റിയിലേക്കല്ല, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്, ലോകത്ത് നടക്കുന്നത്, നാട്ടിൽ നടക്കുന്നത്, വീട്ടിൽ നടക്കുന്നത്, തമ്മിൽ നടക്കുന്നത്, സ്വന്തം മനസ്സിൽ നടക്കുന്നത്, ഇതൊക്കെ പിക്ചറൈസ് ചെയ്യാണ് സിനിമയിൽ. അല്ല, സിനിമ അങ്ങോട്ടല്ല, അല്ല അല്ല, ഇറ്റ്സ് എ റിഫ്ലെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. അങ്ങനെയുള്ള സമയത്ത് നമുക്കിപ്പോൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ, സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ചില പുതിയ കടിഞ്ഞാണുകൾ വരുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കുറച്ച് ഇടപെടലുകൾ വരുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ഇത്രയും കാലമായി സിനിമയിലെ ഒരു അനുഭവം അല്ലെങ്കിൽ സമൂഹത്തിലെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നോക്കിക്കാണുന്നത്? ഇല്ല, അന്നും ഇന്നും ഉണ്ടായിരുന്നു. അന്നും ഇന്നും ഉണ്ട്. കാരണം ഈ പറഞ്ഞത് ഒരു സെൻസാർ ബോർഡൊക്കെ ഉദ്ദേശിച്ച കൂടിയായിരിക്കും പറഞ്ഞല്ലേ. അല്ല, ചില സിനിമകൾ വരുമ്പോൾ അതിനെ ചിലരെ എതിർക്കുന്നു, റിലീസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു, ആ സിനിമയിലെ ഈ സീൻ കട്ട് ചെയ്യണമെന്ന് പറയുന്നു, സിനിമയുടെ പേര് മാറ്റണം എന്ന് പറയുന്നു, അങ്ങനെ പല രീതിയിലുള്ള. അതായത് സെൻസാർ ബോർഡിലും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇവിടെ വരുന്ന ആളുകളുണ്ടല്ലോ, ഇതിൽ വലിയ പിടുത്തമുള്ളവരായിരിക്കില്ല. അപ്പോൾ സെൻസാർ ബോർഡിലുള്ള ആളുകൾ വരുന്നത് സിനിമയെ കണ്ടിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും അതിൽ ചെയ്യണമെന്നല്ല, എനിക്കിത് എവിടെ കട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ നോക്കി വരുമ്പോൾ പലപ്പോഴും ബുദ്ധിയില്ലാത്ത പലരുടെയും തലയിൽ ചില സ്ഥലങ്ങൾ കണ്ടുവരും. എൻ്റെ പടങ്ങളുടെ കാര്യത്തിൽ കൂടി അത് വന്നിട്ടുണ്ട് പലപ്പോഴും. ഞാനത് സംസാരിച്ച് മാറ്റിയിട്ടുമുണ്ട്. അത് കുഴപ്പം അതാണ്. ഇതൊന്നും ഈ നോക്കിയിട്ട് മാർക്ക് ചെയ്യാനും ഇതുപോലെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും വരുന്നവർ ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ഇനഫ് ടു ഡു ഇറ്റ്. അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം പലപ്പോഴും വരിക. മലയാള സിനിമ ഇപ്പോൾ നമ്മളെ സാംസ്കാരിക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു സിനിമാ നയം രൂപീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. നമ്മൾ ഒരു ഫിലിം പോളിസി കോൺക്ലേവ് ഇപ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വെച്ചിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ നയ രൂപീകരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു സമയമാണ്. അപ്പം അതിലേക്കായിട്ട് താങ്കളുടെ അനുഭവ സമ്പത്തിൽ നിന്നുള്ള ഉപദേശം എന്നുള്ള നിലയിൽ സമഗ്രമായിട്ട് മലയാള സിനിമയുടെ വികസനത്തിനായി നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഒന്നുമില്ല. ഇത് എനിക്ക് ആകെപ്പാടെ ഒരു കാര്യം മനസ്സിലുള്ളത്, ഉപദേശിക്കാതിരിക്കുക എന്നുള്ളത്. കാര്യം പറയും, പക്ഷെ ആരെയും ഇന്ന് വരെ ഉപദേശിച്ച് ആരെയും ആർട്ടിസ്റ്റും ആക്കിയിട്ടില്ല, ഡയറക്ടറും ആക്കിയിട്ടില്ല, പ്രൊഡ്യൂസറും ആക്കിയിട്ടില്ല, റൈറ്ററും ആക്കിയിട്ടില്ല. ഇല്ലല്ലോ. നമ്മളാകുന്ന ആത്മാർത്ഥമായിട്ട് ചെയ്യുക. മലയാള സിനിമ ലോക സിനിമയുടെ മുന്നിൽ ഇപ്പോൾ നല്ലൊരു ഇടം നേടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എനിക്ക് തോന്നുന്നു കുറേ അധികം കാലമായി നമുക്ക് ആ ഒരു പദവി ലോക സിനിമയും നൽകിയിട്ടുണ്ട്. അങ്ങനെ മറ്റ് അന്യഭാഷാ സിനിമകളെക്കുറിച്ചും മലയാള സിനിമ അന്യഭാഷാ സിനിമയുമായി താരതമ്യപ്പെടുത്തുമ്പോഴുമൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? എനിക്ക് ഈ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് പറയാനോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനോ ഉള്ള ക്വാളിഫിക്കേഷൻ എനിക്കില്ല. കാരണം ഞാൻ ഈ മറ്റ് പടങ്ങൾ അധികം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ബാക്ക് ഞാനൊരു പ്രേക്ഷകനായിരുന്ന കാലത്ത്, സിനിമാക്കാരനായപ്പോൾ പിന്നെ അതിന് സമയമില്ലാതെ പോയി ഇതെല്ലാ പടങ്ങളും കാണാം. അത് കഴിഞ്ഞ് എല്ലാം വിട്ടുപോയി. അപ്പോൾ ഇപ്പോഴേ മറ്റ് പടങ്ങൾ, മറ്റ് ഭാഷാ ചിത്രങ്ങൾ, ഈവൻ ഇന്ത്യൻ ലാംഗ്വേജിലുള്ള പടങ്ങൾ പോലും, ഹോളിവുഡ് ചിത്രങ്ങൾ പോലും അതിനെ കണ്ടിട്ടൊരു അഭിപ്രായം പറയാതെ കൊണ്ടുള്ള ഒരു അറിവ് എനിക്കിപ്പോൾ ഇല്ല. സ്വന്തം സിനിമകൾ കാണാറുണ്ടായിരുന്നോ പണ്ട്?
പണ്ടായാലും ഇപ്പോഴായാലും? പണ്ട് സ്വന്തം സിനിമകൾ കാണാൻ, പല സിനിമകളും മുഴുവനും കാണാൻ പറ്റിയിട്ടില്ല. അന്ന് മദ്രാസിലായിരുന്നല്ലോ ഷൂട്ടിങ്. അപ്പോൾ ഈ ഡബ്ബിങ്ങിന് പോകാൻ നേരത്ത് കാണുന്ന പീസസ് അല്ലാതെ സിനിമ മുമ്പായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഇരുന്ന് ഓരോന്നോരോന്ന് കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നതാണ്. അപ്പൊ അത് വേറൊരു വ്യക്തിയാണ് മുന്നിൽ ഒന്ന് നിൽക്കുന്നതെന്നാണോ തോന്നുന്നത്? അതോ ഞാൻ തന്നെയാണെന്നുള്ളത് ഇങ്ങനെയായിരുന്നോ എന്ന് തോന്നുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെപ്പോഴും പ്രായം എന്നുള്ളതിനെ ഒരു വലിയൊരു സൗഭാഗ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ മുടി പിന്നെ നരച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത് പ്രായത്തിൻ്റെ പ്രശ്നമല്ലല്ലോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, പ്രായം ഒരു പ്രശ്നമല്ല. ശരിക്കും ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിൽ അതാത് പ്രായത്തിൻ്റെ നിറവുകൾ, അതാത് പ്രായത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഈ ഒരു 91 വർഷങ്ങളായിട്ടുള്ള ആ ഒരു ജീവിത പ്രയാണത്തിൽ താങ്കൾക്ക് ജീവിതം സമ്മാനിച്ചിട്ടുള്ള ആ ഒരു പ്രായത്തിൻ്റെ സൗഭാഗ്യങ്ങൾ എന്നുള്ളത് എന്താണെന്ന് ഞങ്ങളോട് ഒന്ന് പറയാനാവോ? ഓരോരുത്തരും ഈ വലിയ നമ്മൾ ആരാധിച്ചിരുന്നത് ഇപ്പോഴും ആരാധിക്കുന്നതായിട്ടുള്ള പല ആർട്ടിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഒരു ടീനേജർ തൊട്ട് ഒരു പടുകഴിവൻ്റെ റോള് വരെ എൻ്റെ പ്രായവും തടിയും അനുസരിച്ചിട്ടുള്ള റോളുകൾ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അല്ലാതെ 80ാമത്തെ വയസ്സിലും ഹീറോ ആയിട്ട് മരം ചുറ്റി ഓടി പാടി എന്നുള്ളതല്ല. എൻ്റെ ശരീരവും എൻ്റെ പ്രായവും അനുസരിച്ചുള്ള റോളുകൾ എങ്ങനെയോ ഒക്കെ വന്നു തീർന്നു. ഇത്രയും അധികം ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടാൻ കാരണം അതൊരു വലിയ ഭാഗ്യമല്ലേ. ഇപ്പോൾ യുവതലമുറയോട് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് എന്താണ് പറയാനുള്ളത്? പഴയ പോലെ കയറി അങ്ങ് അഭിനയിക്കാൻ നോക്കാതെ നമ്മുടെ ഭാഷയെ മാത്രമല്ല മറ്റു ഭാഷയിലുള്ള ചിത്രങ്ങളും ധാരാളം കണ്ട് അതൊരു വിദ്യാർത്ഥിയെ പോലെ, പ്രേക്ഷകനെ പോലെയല്ല, അത് കണ്ട് പഠിച്ച് നമുക്കുള്ള കഴിവും അറിവും ഒക്കെ ഉപയോഗിച്ചിട്ട് അഭിനയിക്കുകയാണെങ്കിൽ യു ക്യാൻ കം അപ്പ്. അല്ലാതെ ഈ 1-2 പടം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാഴ്ച നിർത്തിക്കഴിഞ്ഞാൽ യു കാൺ ഗോ ഫോർവേഡ്. ഈ പഠനം അവസാനം വരെ ഉണ്ടായിരിക്കണം. പിന്നെ ഒബ്സർവേഷൻ. ഈ സിനിമയും ഒക്കെ കാണുന്നതിൻ്റെ മുകളിലായിട്ട് മനുഷ്യരെയും ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ കാണുന്ന എല്ലാം കയറി അഭിനയിക്കണമെന്നല്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനകത്ത് ഒരുപാട് എന്താന്ന് പറയാൻ ഈ മാച്ച് ഉണ്ടാവും. അപ്പോൾ അഭിനയിക്കേണ്ട ആവശ്യം വരുമ്പോൾ എല്ലാം തനിയാണ് വരേണ്ടത്. പ്രായമായ വ്യക്തികൾ കേരളത്തിൽ ഇപ്പോൾ കുറേ അധികം നമുക്ക് നമ്മുടെ സമൂഹം നല്ല രീതിയിൽ വികസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചിക കൂടിയാണ്. പലർക്കും ഈ ഒരു കാലഘട്ടം ആകുമ്പോഴത്തേക്കും ജീവിതത്തിൽ എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്തയുണ്ടാവും. ചിലർക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള ഒരു ചിന്തയുണ്ടാവും. പക്ഷേ അതായത് ഈ 2 എക്സ്ട്രീംസും പൊതുവേ ഉണ്ടാവാറുണ്ട് പ്രായ ആളുകൾ നമ്മൾ കാണുമ്പോൾ. പക്ഷേ വളരെയധികം സമചിത്തതയോടുകൂടി ആ ഒരു മധ്യഭാഗത്തു കൂടി ജീവിതം നടന്നു നീങ്ങുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമുക്ക് അങ്ങോട്ട് കയറി അങ്ങനെ പറയാനും ഉപദേശിക്കാനുമുള്ള ഒരിതില്ല. കാരണം ഒന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആരും പെട്ടെന്ന് മാറാൻ പോകണം. കാരണം പ്രായത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പലർക്കും ഒരു വ്യക്തതയില്ലാത്ത പ്രായമാകാൻ നേരത്തെ എല്ലാവരും ഇരുന്ന് കുത്തിയിരുന്ന് ആലോചിക്കണം. അവനിത് ചെയ്യുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി അവനിത് ചെയ്യുന്നില്ലല്ലോ, അവളത് ചെയ്യുന്നില്ലല്ലോ, മോനായിക്കോട്ടെ മോളായിക്കോട്ടെ കൊച്ചുമോനായിക്കോട്ടെ ഫ്രണ്ടായിക്കോട്ടെ, മറിച്ച് എന്നാണ് നമുക്ക് എനിക്കിതിൽ കൂടുതൽ കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ചിന്ത മനസ്സിന് എന്നാണോ കീഴടക്കുന്നത്, ദെൻ ഹി വിൽ ബി ഹാപ്പി. മനസ്സിലല്ലേ? അങ്ങോട്ട് കൊടുത്ത് തൃപ്തി വരാത്തൊരു മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി, ഏറ്റവും കൂടുതൽ തൃപ്തൻ, സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള മധു സാറ് ഞങ്ങൾക്ക് തിരിച്ചു നൽകാൻ ഇന്നും സ്നേഹവും ആദരവും മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടർന്നും ഇനിയും ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി നൽകാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓണാശംസകൾ. എന്നോട് ഈ ഓണവിശേഷങ്ങളൊക്കെ ചോദിച്ചല്ലോ, പഴയ ഓണത്തിനെ കുറിച്ച്, ഓർമ്മകളെക്കുറിച്ചും പൊതുവെ ഓണത്തിനെ കുറിച്ചുമൊക്കെ. ഓട്ടപ്പൊഴിയും എന്താണ് ഓണവിശേഷങ്ങൾ, അല്ലെങ്കിൽ ഓണം എന്ന് പറയുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചിത്രങ്ങൾ സാറ് പറഞ്ഞ പോലെ പണ്ട് ഈ പറഞ്ഞ ഓണപ്പൂക്കള ഇടുന്നതും
അതുപോലെ തന്നെ ഓണക്കളികളും കൈകൊട്ടിക്കളിയും ഓണസമയത്ത് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ പോകുന്നതൊക്കെയാണ്. ഇപ്പോൾ ഓണമായാലും ഏത് ഉത്സവമായാലും കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ ആർത്തുല്ലസിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞിന് 6 വയസ്സായി. അപ്പോൾ ഉത്സവങ്ങളിലൊക്കെ ഇങ്ങനെ സ്വയം പങ്കെടുക്കാനും ഓരോന്നൊക്കെ നുള്ളിപ്പറിക്കാനും ഒക്കെയുള്ള ഒരു ആവേശമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇക്കുറി പിന്നെ ഓണപ്പൂക്കളമായാലും ഊഞ്ഞാലായാലും എല്ലാം അവൻ്റെ വകയായിട്ടാണ്. അപ്പോൾ കുഞ്ഞിനോടൊപ്പമുള്ള ഓണമായിരിക്കും. മീഡിയ ഓൺ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരുടെയും കൂടി ദൈവം ഉണ്ടായിരിക്കട്ടെ.